നമ്മുടെ അയൺമാനും ഡോക്ടർ ഡൂമും ക്രിസ്മസിന് ഗിഫ്റ്റുമായി വന്ന സാന്റാക്ലോസിനെ തല്ലിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. ഈ വെനം പോലെയുള്ള സിംബയോട്ട്സിൻ്റെ കിങ്ങായിട്ടുള്ള മറ്റേ നള്ള് ഭൂമിയിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയ സമയത്ത് നടക്കുന്ന ഒരു കഥയാണിത്. ഈ ഒരു കഥയിൽ നമ്മുടെ അയൺമാൻ്റെ സ്യൂട്ട് ഒരു സിംബയോട്ടുമായി ബന്ധിപ്പിച്ചാണ് അയൺമാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര പവർഫുള്ളാണ് ആ സ്യൂട്ട്. അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ ഒരു ദിവസം അയൺമാൻ വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമ്മുടെ ഡോക്ടർ ഡൂം വെറുതെ സംസാരിക്കുവാനായി അയൺമാൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ അവർ രണ്ടുപേരും ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ ആ ഒരു ടൈമിൽ ആകാശത്തിലൂടെ എന്തോ ഒരു സാധനം പറന്നു പോകുന്നത് അയൺമാനും ഡോക്ടർ ഡൂമും കാണും. അപ്പോൾ തന്നെ അത് എന്തുവാ എന്ന് അവർ രണ്ടുപേരും നോക്കിയതും അത് സാന്റാക്ലോസ് ആണെന്ന് കണ്ട് ഡൂമേട്ടനും അയണേട്ടനും ഞെട്ടിത്തരിക്കുകയാണ്. കാരണം സാന്റാക്ലോസ് ഒറിജിനൽ സാന്റാക്ലോസ് എന്ന് പറയുന്ന സാധനമൊന്നും ഭൂമിയിലില്ല എന്നും ഇതൊക്കെ വെറും ഓൾഡ് സ്റ്റോറി ആണെന്നുമാണ് അയൺമാനും ഡോക്ടർ ഡൂമും വിചാരിച്ചിരുന്നത്. അങ്ങനെ സാന്റാപ്പൂപ്പനെ കണ്ട് ഷോക്കായി നിൽക്കെ മറ്റൊരു കാര്യം കണ്ട് വീണ്ടും അവർ രണ്ടുപേരും ഞെട്ടുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഈ സാന്റാക്ലോസിൻ്റെ ദേഹത്ത് ഇപ്പോൾ ഏതോ ഒരു എണ്ണം കെട്ട സിംബയോട്ട് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നതിന് പകരം ഹാപ്പി ഡെത്ത് ഡേ എന്നും പറഞ്ഞാണ് പുള്ളി മറ്റേ കുറേ മാനിനെയൊക്കെ പിടിപ്പിച്ച് ആ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് കണ്ടതും ഈ അപ്പൂപ്പൻ പിള്ളേർ സെറ്റിന് സിംബയോട്ട്സിനെ ഗിഫ്റ്റായി കൊടുത്ത് ആ കുഞ്ഞുങ്ങളെയെല്ലാം നശിപ്പിക്കുമെന്നും അത് തടയണമെന്നും തീരുമാനിച്ച് നമ്മുടെ അയൺമാനും ഡോക്ടർ ഡൂമും നേരെ സാന്റാക്ലോസിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ സംസാരത്തിന് പകരം നേരെ അവർ രണ്ടുപേരും സാന്റാക്ലോസിനെ അറ്റാക്ക് ചെയ്യുന്നു. സാന്റാക്ലോസും തിരിച്ചടിക്കുന്നു. അങ്ങനെ അതൊരു വലിയ കൂട്ടത്തല്ലായി മാറുകയാണ്. ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിലും ഇത് ഒറിജിനൽ സാന്റാക്ലോസ് ആണോ എന്ന ഡൗട്ട് നമ്മുടെ അയൺമാനുണ്ട്. സിംബയോട്ട് ദേഹത്ത് കയറിയ ഒരു സാധാരണ മനുഷ്യനായിരിക്കും ഇതെന്നും അയൺമാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂമും അയൺമാനും സാന്റാക്ലോസിൻ്റെ വണ്ടിയൊക്കെ നശിപ്പിച്ച് പുള്ളിക്കാരനെ ആകാശത്ത് നിന്ന് താഴെ ഇടുകയാണ്. പക്ഷെ അത്ര ഉയരത്തിൽ നിന്ന് വീണിട്ടും വളരെ കൂളായി എഴുന്നേറ്റ് വന്ന് സാന്റാക്ലോസ് നമ്മുടെ അയൺമാനെയും ഡോക്ടർ ഡൂമിനെയും വീണ്ടും അറ്റാക്ക് ചെയ്യും. അങ്ങനെ അവസാനം സഹികെട്ട നമ്മുടെ അയൺമാൻ ആണെങ്കിൽ ഭയങ്കര പവർഫുള്ളായി തൻ്റെ ആ സ്യൂട്ടിൻ്റെ പവർ ഉപയോഗിച്ച് സാന്റയെ അറ്റാക്ക് ചെയ്ത് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കും. പക്ഷെ അത്രയും പവർഫുള്ളായി അറ്റാക്ക് ഏറ്റിട്ടും സാന്റാപ്പൂപ്പന് ഒന്നും സംഭവിച്ചില്ല. പക്ഷെ പുള്ളിക്കാരൻ്റെ ദേഹത്തുണ്ടായിരുന്ന ആ സിംബയോട്ട് ആ അറ്റാക്കിൽ നശിച്ചു പോയി. അങ്ങനെ സാന്റാക്ലോസ് പഴയതുപോലെ ആയത് കണ്ട് അയൺമാനും ഡോക്ടർ ഡൂമും സാന്റാക്ലോസിൻ്റെ അടുത്തേക്ക് ചെന്നതും ടോണി സ്റ്റാർക്ക് നല്ലൊരു പയ്യനാണെന്ന് അയൺമാനോടും വിക്ടർ വോൺ ഡൂം ഒരു വികൃതി പയ്യനാണെന്ന് ഡൂമിനോടും പറഞ്ഞ് സാന്റ അവിടെ നിന്ന് പോവുകയാണ്. ആ പോകുന്നതിൻ്റെ ഇടയിൽ സാന്റാക്ലോസിൻ്റെ പോക്കറ്റിൽ നിന്നും വീണ പുള്ളിക്കാരൻ്റെ ലൈസൻസ് നമ്മുടെ അയൺമാന് കിട്ടിയതും ആ ലൈസൻസ് തൻ്റെ ടെക്നോളജി ഉപയോഗിച്ച് പരിശോധിച്ച് ഇത് ഒറിജിനൽ സാന്റാക്ലോസ് അല്ല എന്നും ഇത് മൈക്കിൾ ഡൗൺവുഡി എന്ന ഒരാളാണെന്നും ക്രിസ്മസിന് അലങ്കാര സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരാളാണ് ഇയാളെന്നും അയൺമാൻ കണ്ടെത്തി ആ ഒരു കാര്യം നമ്മുടെ ഡോക്ടർ ഡൂമിനോടും പറയും. പക്ഷേ ഡോക്ടർ ഡൂം അത് വലുതായി വിശ്വസിക്കത്തില്ല. ഡോക്ടർ ഡൂം ആണെങ്കിൽ ഇത് ഒറിജിനൽ സാന്റ ആയിരിക്കുമെന്നും ചിലപ്പോൾ ഈ സാന്റ നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ചിനെ പോലെ ഒരു സോർസറർ സുപ്രീം ആയിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ തന്നെ നീ അത് വിശ്വസിച്ചോളാനും പറഞ്ഞ് ഒരു ഹാപ്പി ക്രിസ്മസും കൂടി ഡൂമിനോട് പറഞ്ഞ് അയൺമാൻ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഞാനും ഇവിടുന്ന് പോവുകയാണ്.